വെൽക്കം, തായ്മാനാണ്. ഗ്യാസ്ട്രോഇന്റെസ്റ്റിനൽ സിസ്റ്റം വീഡിയോ സീരീസിൽ ഈ വീഡിയോയിൽ നമ്മൾ പറയാ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാം. സോ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറയണം. ആദ്യം ഡൈജഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് പറയണം, ഇതാണ് ആദ്യം പറയേണ്ടത്. പുറകെ നമുക്ക് അബ്സോർപ്ഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് പറയാം. സോ ഇതിനു മുമ്പ് ആദ്യം നമുക്ക് പറയേണ്ടത് എന്താണ് ഈ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയണം. വാട്ട് ആർ ദീസ് കാർബോഹൈഡ്രേറ്റ്സ്? ഇത് പറയാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും. സോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും അധികം കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ഇതാണ് നമ്മുടെ പ്രധാന എനർജി സോഴ്സ് എന്ന് പറയുന്നത്. 50% കാർബോഹൈഡ്രേറ്റ്സ് ആയിരിക്കണം നമ്മുടെ ഭക്ഷണത്തിൽ വേണ്ടത്. അങ്ങനെ ഒരു റൂൾ കൂടിയുണ്ട്. ഇപ്പൊ ചോറായാലും പുട്ടായാലും പൂരി ആയാലും ദോശ, ഇഡ്ഡലി, ചപ്പാത്തി അല്ലെ. ദെൻ പഴവർഗ്ഗങ്ങൾ കഴിക്കുന്ന എല്ലാം, പഞ്ചസാര, എല്ലാത്തിലും കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. സോ അരിവർഗ്ഗങ്ങൾ, പഴവർഗ്ഗങ്ങൾ, ഇതാണ് പ്രധാനപ്പെട്ട കാർബോഹൈഡ്രേറ്റ്സിന്റെ സോഴ്സ് എന്ന് പറയാം. ഈ കാർബോഹൈഡ്രേറ്റ്സ് പല രീതിയിലാണ് പ്രകൃതിയിൽ ഉണ്ടാവുക. ഏറ്റവും പ്രധാനമായിട്ടും ദേ ആർ പോളിസാക്കറൈഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒലിഗോസാക്കറൈഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡൈസാക്കറൈഡ്സ് ഓർ മോണോസാക്കറൈഡ്സ്. ഈ പരുവത്തിലൊക്കെ ആയിരിക്കും കിട്ടുക. നമുക്ക് വേണ്ടത് പക്ഷേ മോണോസാക്കറൈഡ്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ അധികവും പക്ഷേ പോളിസാക്കറൈഡ് പരുവത്തിലാണ് ഭൂമിയിൽ ലഭ്യമാവുക. എന്താണ് ഈ പോളിസാക്കറൈഡ്സ്? പോളിസാക്കറൈഡ്സ് എന്ന് വെച്ചാൽ ഇപ്പൊ ഇതൊരു മോണോസാക്കറൈഡ് ആണെങ്കിൽ, ഗ്ലൂക്കോസ് ആണെങ്കിൽ ഗ്ലൂക്കോസ് 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 ഞാൻ ഇങ്ങനെ എഴുതുകയാണ്. ഇങ്ങനെ ഒരു ഗ്ലൂക്കോസ്, ഇങ്ങനെ ഒരു ഗ്ലൂക്കോസ്, ഇങ്ങനെ ഒരു ഗ്ലൂക്കോസ്, ഇവിടുന്ന് ഒരു ഗ്ലൂക്കോസ്, ഇവിടുന്ന് ഒരു ഗ്ലൂക്കോസ്, ഇങ്ങനെ എഴുതി 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 ഇങ്ങനെ അങ്ങനെ പോവുകയാണെങ്കിൽ പല രീതിയിൽ ചെയിൻ ആയിട്ടുള്ള ഒരു വലിയ പോളിമറാണ്. കോംപ്ലക്സ് പോളിമർ ഓഫ് മോണോസാക്കറൈഡ്സിന്റെ പോളിമറാണ്. അപ്പൊ ഇതിൽ ഒരുപാട് മോണോസാക്കറൈഡ്സ് ഉണ്ടാവും. ഇതെല്ലാം ഗ്ലൂക്കോസ് തന്നെ ആയിരിക്കണമെന്ന് പോലും ഇല്ല. ഞാൻ ഗ്ലൂക്കോസ് എളുപ്പത്തിന് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. സോ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഗ്ലൈക്കോജൻ ഒരു പോളിമറാണ്. അമൈലോസ് എന്ന് പറയുന്ന ഒരു പോളിസാക്കറൈഡ് ആണ്. സ്റ്റാർച്ച് ഒരു പോളിസാക്കറൈഡ് ആണ്. അമൈലോപെക്റ്റിൻ ഈസ് അനദർ വൺ. ഇതെല്ലാം പോളിസാക്കറൈഡ് ആണ്. പിന്നെ ഒരു പോളിസാക്കറൈഡ് ഉണ്ട്, അതിന്റെ പേര് സെല്ലുലോസ് എന്നാണ്. ഈ സെല്ലുലോസിന്റെ ഒരു കുഴപ്പം, സെല്ലുലോസ് പോളിസാക്കറൈഡ് ആണ്, പക്ഷെ മനുഷ്യന് ഇത് ഇതിനെയൊക്കെ ദഹിപ്പിക്കാൻ പറ്റും, പക്ഷെ ഇതിനെ മനുഷ്യന് ദഹിപ്പിക്കാൻ പറ്റില്ല. ഇതിന് ശേഷിയില്ലാത്തതുകൊണ്ട് ഇതിന് ഒരു എനർജി വാല്യൂ ഇല്ല. ഇല്ലെങ്കിൽ നമുക്ക് പുല്ല് തിന്നായിരുന്നു. സോ മനുഷ്യനെ പുല്ല് തിന്നിട്ട് കാര്യമില്ലാത്തത് ഇതുകൊണ്ടാണ്. ഇപ്പൊ ഉദാഹരണം, ഒരു മോണോമർ ഗ്ലൂക്കോസ് ആണെന്ന് വിചാരിക്കുക. ഞാൻ ജസ്റ്റ് ഗ്ലൂക്കോസ് എന്ന് വരയ്ക്കാം. ഇത് ഇങ്ങനെ ഒരു ഗ്ലൂക്കോസ്, ഇത് 1, ഇത് 2, ഇത് 3, 4, 5, 6. ഇനി ഇവിടുന്ന് ഇങ്ങനെ ഒരെണ്ണം കൂടി പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു കാർബൺ കൂടി ഉണ്ട് എന്ന് വിചാരിക്കുക. ഇത് മറ്റൊരു ഗ്ലൂക്കോസ് ആണെന്ന് വിചാരിക്കുക. എന്തായാലും വേറൊരു ഗ്ലൂക്കോസ് ഞാൻ ജസ്റ്റ് എളുപ്പത്തിന് വേണ്ടി ഗ്ലൂക്കോസ് മാത്രം വരയ്ക്കൂ. ഇതിന്റെ 4ാമത്തെ പൊസിഷൻ ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഇങ്ങനെ ഒരു ബോണ്ട് ആണെങ്കിൽ ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്നാണ് ഇങ്ങനെയുള്ള ബോണ്ട് പറയാം. സോ ഇങ്ങനെയുള്ളതിനെ 1,4 ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്നാണ് പറയാം. സോ മിക്കവാറും ഏറ്റവും അധികം 1,4 ഗ്ലൈക്കോസിഡിക് ബോണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ 1,6 ആയിരിക്കാം. ഇത് 1 തന്നെ, അടുത്തത് ഇവിടെയുള്ള ഈ അടുത്തതിന്റെ ഇങ്ങനെ ചെയിൻ്റെ അവിടെ നിന്ന് ഇവിടെ ഒരു കാർബൺ വരുന്നു. ഇവിടെ ആണെങ്കിൽ O പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ 1,6 ആയി. ചിലപ്പോൾ 1,6 ഗ്ലൈക്കോസിഡിക് ബോണ്ട് ആയി. 1,6 ഗ്ലൈക്കോസിഡിക്കിനെ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈംസ് കുറവാണ്. പക്ഷെ ഇത് നമുക്ക് മിക്കവാറും എല്ലാം തന്നെ നമ്മൾ പറയാൻ പോകുന്ന എൻസൈംസ്, ഓൾ എൻസൈംസ് ആർ 1,4 ഗ്ലൈക്കോസിഡേസസ് ആണ്. ഗ്ലൈക്കോസിഡേസസ് ഇതിനെയാണ് നമ്മൾ പൊട്ടിക്കുക. ഇത് 1,4 ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ പൊട്ടിക്കാനായിട്ട് പറ്റും. ഇനി ഒലിഗോസാക്കറൈഡ്സ് വെച്ചാൽ എന്താണ്? ഒലിഗോസാക്കറൈഡ്സ് എന്ന് വെച്ചാൽ ഉദാഹരണം, ഇതൊരു ഗ്ലൂക്കോസ്, ഇതൊരു ഗ്ലൂക്കോസ്, ഇതൊരു ഗ്ലൂക്കോസ്, ഇതൊരു ഗ്ലൂക്കോസ്, ഇതൊരു ഗ്ലൂക്കോസ്, 5 എണ്ണമാണ് ഞാൻ വരച്ചത്. ഓക്കെ, ഇപ്പൊ 3-ലധികം 3 to 10 വരെ, 3 to 10 ആണെങ്കിൽ നമ്മൾ അതിനെ ഒലിഗോസാക്കറൈഡ്സ് എന്ന് വിളിക്കും. ഒലിഗോസാക്കറൈഡ്. ഉദാഹരണത്തിന് മാൾട്ടോ ട്രയോസ് ഈസ് ആൻ ഒലിഗോസാക്കറൈഡ്. ഫ്രക്ടോ അല്ലെങ്കിൽ ഗാലക്ടോ ഒലിഗോസാക്കറൈഡ്സ് ഉണ്ട്, അതുകൊണ്ട് മാത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. ദെൻ ഹ്യൂമൻ മിൽക്ക് ഒലിഗോസാക്കറൈഡ്സ് ഉണ്ട്, പാലിലുള്ള ഒലിഗോസാക്കറൈഡ്സ്. സോ ഇതെല്ലാം ഒലിഗോസാക്കറൈഡ്സ് ആണ്. കാരണം 3 മുതൽ 10 വരെ ആണ് അതിനകത്ത് മോണോമേഴ്സ് ഉള്ളത്. ഇനി ഏറ്റവും കൂടുതൽ ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഡൈസാക്കറൈഡ്സ് ആണ്. ഞാൻ സാക്കറൈഡ്സ് എന്നായിരിക്കും പറയാം, പക്ഷെ ശരിക്കും ഡൈസാക്കറൈഡ്സ് എന്ന് പറയണം, അല്ലെങ്കിൽ മോണോസാക്കറൈഡ്സ് എന്ന് പറയണം. ഇതിനകത്ത് എന്തെണ്ണ ഉള്ളൂ? 2 ഉള്ളൂ. ഇപ്പൊ 2 ഗ്ലൂക്കോസ് വെച്ചിട്ടാണെങ്കിൽ 2, അല്ലെങ്കിൽ ഒരു ഗ്ലൂക്കോസ് ഒരു ഫ്രക്ടോസ് ആണെങ്കിൽ 2, അതിൽ 2. സോ സുക്രോസ് എന്ന് വെച്ചാൽ ഇത് സുക്രോസ് ആണ്. ഒരു ഗ്ലൂക്കോസ് ഒരു ഫ്രക്ടോസ്, ഇത് ചേർത്ത് കഴിഞ്ഞാൽ സുക്രോസ് ആണ്. സുക്രോസ് എന്ത് സാധനം? ടേബിൾ ഷുഗർ, പഞ്ചസാര അല്ലെ. ഇതാണ് കെയിൻ ഷുഗർ, സക്കാരോസ് എന്നൊക്കെ പറയുന്ന സംഭവം സുക്രോസ്. സുക്രോസ് ഇസ് എ ഡൈസാക്കറൈഡ്. 2 ഗ്ലൂക്കോസ് ഉള്ളത് എന്താ? 2 ഗ്ലൂക്കോസ് ഉള്ളത് മാൾട്ടോസ് ആണ്. മാൾട്ടോസിൽ 2 ഗ്ലൂക്കോസ് ആണ് ഉള്ളത്. ഇനി ഒരു ഗ്ലൂക്കോസും ഒരു ഗാലക്ടോസും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുക ലാക്ടോസ്. ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ഡൈസാക്കറൈഡ്. ഇനി ഐസോമാൾട്ടോസ്, ട്രഹലോസ് അങ്ങനെ
ഇങ്ങനെയൊക്കെ പറഞ്ഞ വേറെയും ധാരാളം ഡൈസാക്രൈഡ്സ് ഉണ്ട്, ഇനിയും ധാരാളം ഡൈസാക്രൈഡ്. സോ മോണോസാക്രൈഡ്സ് എന്ന് വെച്ചാൽ അപ്പോൾ ഒറ്റ ഗ്ലൂക്കോസ്. ഇത് ഒരു മോണോസാക്രൈഡ് ഗ്ലൂക്കോസ് ആണ് ഏറ്റവും പ്രധാനം. ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്നത് ആൽഫ ഡി ഗ്ലൂക്കോസിനെയാണ് നമ്മൾ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. എപ്പോഴും പ്രത്യേകം ഓർത്തിരിക്കുക, കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ആൻഡ് ദെൻ ഫ്രക്ടോസ് ഈസ് അനദർ വെരി ഇമ്പോർട്ടന്റ് വൺ. ദെൻ ഗാലക്ടോസ് ഈസ് അനദർ. സോ ഇതെല്ലാം മോണോസാക്രൈഡ്സ് ആണ്. ഇനിയും പറയണമെങ്കിൽ മാനോസ് നമുക്ക് പറയാം, റാംനോസ് നമുക്ക് പറയാം. ഓക്കെ, സോ ഇതെല്ലാം സം അതർ മോണോസാക്രൈഡ്. സോ ഇതാണ് എന്ത് പോളിസാക്രൈഡ്സ്, ഒലിഗോസാക്രൈഡ്സ്, ഡൈസാക്രൈഡ്, മോണോസാക്രൈഡ്. സോ നമുക്ക് വേണ്ട എന്താ, നമുക്ക് വേണ്ടത് അബ്സോർബ് ചെയ്യാനായിട്ട് മോണോസാക്രൈഡ്. സോ ഡൈജഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ് മീൻസ് കൺവേർഷൻ ഓഫ് പോളിസാക്രൈഡ്സ് ഓർ ഒലിഗോസാക്രൈഡ്സ് ഇൻടു ഫസ്റ്റ് ഡൈസാക്രൈഡ്സ് ആൻഡ് ദെൻ ഫൈനലി ടു മോണോസാക്രൈഡ്. ഇതിനെയാണ് നമ്മൾ ഡൈജഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയും. ഇനി ഇതല്ലാതെ കാർബോഹൈഡ്രേറ്റ്സ് കിട്ടുന്ന ഫുഡ് വേറെ സോഴ്സസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം ആൽക്കഹോൾ, മദ്യത്തിൽ നിന്ന് കുറച്ച് കാർബോഹൈഡ്രേറ്റ് കിട്ടും, ലാക്റ്റിക് ആസിഡിൽ നിന്ന് കിട്ടും, പൈറുവിക് ആസിഡിൽ നമുക്ക് ഉണ്ടാക്കാം, പെക്ടിൻസിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാം, ഡെക്സ്ട്രിൻസ് ഈസ് അനദർ സോഴ്സ്. ദെൻ കാർബോഹൈഡ്രേറ്റ്സ് ഇൻ ഇറച്ചി, മീറ്റിനകത്തുള്ള കാർബോഹൈഡ്രേറ്റ്. സോ ദീസ് ഓൾ ആർ അതർ സോഴ്സസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. സോ അപ്പോൾ നമ്മൾ പറഞ്ഞു ഡൈജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈജഷൻ മീൻസ് കാർബോഹൈഡ്രേറ്റ്സിനെ പോളിസാക്രൈഡ്സ്, അല്ലെങ്കിൽ ആദ്യം പോളിസാക്രൈഡ്സിനെ ഒലിഗോസാക്രൈഡ്സ് ആക്കുക, അല്ലെങ്കിൽ ദെൻ ഡൈസാക്രൈഡ്സ് ആക്കുക, ദെൻ ഫൈനലി കൺവേർഷൻ ഇൻടു മോണോസാക്രൈഡ്. ആൻഡ് ഇതിനപ്പം നമുക്ക് എന്ത് വേണം? വി നീഡ് എൻസൈംസ്. അല്ല, ഇത് ചെയ്യാൻ നമുക്ക് എൻസൈംസ് ആവശ്യമുണ്ട്. ആൻഡ് ദീസ് എൻസൈംസ് എല്ലാത്തിനും കൂടി നമ്മൾ അമൈലേസ് എന്ന് വിളിക്കും. എല്ലാ കാർബോഹൈഡ്രേറ്റിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എല്ലാം അമൈലോലിറ്റിക് എൻസൈംസ് ആണ്. അമൈലോലിറ്റിക് എൻസൈംസ്, അതിനെയാണ് നമ്മൾ അമൈലേസസ് എന്നാണ് വിളിക്കുക. സലൈവറിയിലാണെങ്കിൽ സലൈവറി അമൈലേസ്, ഗ്യാസ്ട്രോ ആണെങ്കിൽ ഗ്യാസ്ട്രിക് അമൈലേസ്, പാൻക്രിയാറ്റിക് അമൈലേസ്, ഇൻഡസ്റ്റൈനൽ അമൈലേസ്, അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു വിളിക്കുക. സോ മോണോസാക്രൈഡ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇൻഡസ്റ്റൈനൽ സെല്ലാണെങ്കിൽ അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ നമുക്ക് അടക്കില്ല, ഇവിടെ ഇങ്ങനെ കടക്കും. സോ ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ആസ് ഡൈജഷൻ. സോ പിന്നെ നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കാം. അപ്പൊ നമുക്ക് ദഹനം ആരംഭിക്കാം. ആദ്യം വായിൽ വെച്ചിട്ട് എന്ത് സംഭവിക്കുന്നു നോക്കാം. വായിൽ, ഇൻ ദ മൗത്ത്. സോ ഇൻ ദ മൗത്ത്, അതാണ് ഞാൻ വായി വെച്ചത്. ഇൻ ദ മൗത്ത് എന്താ സംഭവിക്കുക? കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ സ്റ്റാർട്ട്സ് ഇൻ ദ മൗത്ത് എന്ന് നമുക്ക് എഴുതാം. ബിക്കോസ് ഇറ്റ് സലൈവ കണ്ടെയ്ൻ സലൈവറി സെക്രീഷൻസ് ഉണ്ട്. സലൈവറി സെക്രീഷൻസിനകത്ത് സലൈവറി അമൈലേസ് കണ്ടില്ലേ, അമൈലേസ് എന്ന് പറഞ്ഞാൽ എല്ലാം അമൈലേസ്. ദെൻ ഓൾസോ ഇറ്റ് കണ്ടെയ്ൻ മാൾട്ടേസ്, എയ്സ് നേർത്ത് കൊടുത്താൽ മതി എല്ലാ ആൻസർ. സോ ഇവിടെ സ്റ്റാർച്ച് നമ്മൾ ഏതൊക്കെ രൂപത്തിലാണ്? പോളിമർ ആയിട്ടാണ് കാണുക. അപ്പൊ അമൈലോപെക്റ്റിൻ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഏതൊക്കെയാണെന്ന്. ഗ്ലൈക്കോജൻ, അമൈലേസ്, അമൈലോസ്. സോ ഇവയിലെല്ലാം പ്രവർത്തിക്കാം. ഇവയെല്ലാം പ്രവർത്തിച്ചിട്ട് മാൾട്ടോസ് ആക്കി മാറ്റാം, മാൾട്ടോട്രയോസ് ആക്കി മാറ്റാം, ആൽഫ ഡെക്സ്ട്രിൻസ് ആക്കി മാറ്റാം. സോ ഇങ്ങനെയൊക്കെ ആക്കി ചെറുതാക്കുന്നു. സോ പോളിസാക്രൈഡ്സിനെ നമ്മൾ ഒലിഗോസാക്രൈഡ്സ് ആക്കി മാറ്റാനുള്ള കഴിവുണ്ട്, മാൾട്ടേസും ഉണ്ട് ഇവിടെ. പക്ഷെ പ്രശ്നം എന്താ? ഫുഡ് വായിലധികം നേരം ഇരിക്കില്ല. നമ്മൾ കഴിച്ചു ഒറ്റ വിഴുങ്ങലാണല്ലേ, നേരെ എത്തുക സ്റ്റൊമക്കിൽ. വേഗം സ്റ്റൊമക്കിൽ ആസിഡ് പി എച്ച് ആണ്. അപ്പൊ സലൈവറി അമൈലേസിന് അധികം നേരം വർക്ക് ചെയ്യാൻ പറ്റില്ല. സലൈവറി അമൈലേസ് ആസിഡ് പി എച്ച് കൂടുന്തോറും സലൈവറി അമൈലേസ് സ്റ്റോപ്പ് ആവും. സോ പി എച്ച് കുറയും തോറും. സോ ദിസ് ക്യാൻ ആക്ട്. സോ എനിവേ നമുക്ക് എഴുതാവുന്നത് ഫസ്റ്റ് കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ ഇൻ ദ മൗത്ത്. ഫസ്റ്റ് വൺ ഈസ് സലൈവറി അമൈൽ. അപ്പൊ ഫുഡ് സ്റ്റൊമക്കിലെത്തി. സ്റ്റൊമക്കിൽ എന്താ ഉള്ളത്? സ്റ്റൊമക്കിൽ അപ്പൊ നമുക്ക് പറയാം ഗ്യാസ്ട്രിക്. സ്റ്റൊമക്കിനെ പറ്റി പറയുന്ന എല്ലാം ഗ്യാസ്ട്രിക് ആണ്. ഗ്യാസ്ട്രിക് അമൈലേസ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്. സോ ദിസ് സെയിം ഇത് തന്നെയാണ് പരിപാടി ചെയ്യുക. മാൾട്ടോസ് ആക്കുക, മാൾട്ടോട്രയോസ് ആക്കുക, ആൽഫ ഡെക്സ്ട്രേസ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാക്കി മാറ്റുക. പക്ഷേ പറയാം സ്റ്റൊമക്കിൽ കാര്യമായിട്ടുള്ള ഡൈജഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ഒന്നും നടക്കുന്നില്ല, കുറവാണ് എന്ന് മനസ്സിലാക്കുക. വീക്കാണ്, ഈ എൻസൈം ഈസ് വീക്ക്. നടക്കോ എന്ന് വെച്ചാൽ നടക്കുന്നുണ്ട്. സോ സ്റ്റൊമക്കിനും കാര്യമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ ഇല്ല. എങ്കിലും നമുക്ക് പരീക്ഷയ്ക്ക് രണ്ടാമത്തെ കേസ് ഡൈജഷൻ ഇൻ സ്റ്റൊമക് എന്ന് എഴുതാം. ഇൻ സ്റ്റൊമക് കാർബോഹൈഡ്രേറ്റ് ഈസ് ആക്ടഡ് അപ്പോൺ ബൈ gastric amylase and convert into oligosaccharides, disaccharides etc. എന്ന് എഴുതി നമുക്ക് നിർത്താം. സോ ഫുഡ് ഇനി സ്റ്റൊമക്കിൽ നിന്ന് ഫുഡ് ഇങ്ങോട്ടേക്ക് ഡിയോഡിനെത്തുമ്പോഴത്തേക്കും രണ്ടാൾക്കാർ അവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരൊക്കെയാണ്? വൺ ഈസ് പാൻക്രിയാസ് ആൻഡ് ലിവർ. സോ ഇവിടെ നിന്നുള്ള എൻസൈംസ് വരും. ലിവറിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടോ? ഡൈജഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ് ഒന്നുമില്ല. സോ ലിവർ ഹാസ് നോ റോൾ ഇൻ ദ ഡൈജഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്, ബട്ട് പാൻക്രിയാസ് പ്രൊഡ്യൂസസ് പാൻക്രിയാറ്റിക് അമൈലേസ്, അഗൈൻ അമൈലേസ്. സോ ഇത് സെയിം പരിപാടി തന്നെയാണ് ചെയ്യുക. മാൾട്ടോസ് അല്ലെ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ മാൾട്ടോട്രയോസ്, ആൽഫ ഡെക്സ്ട്രേസ് ഒക്കെ ആക്കി മാറ്റും. ആൻഡ് ഇറ്റ് കൺവേർട്സ് ഇൻടു ഡൈസാക്രൈഡ്സ് ആക്കി മാറ്റും. ഇപ്പോഴത്തേക്കും ഡൈസാക്രൈഡ് ആയി. ഒലിഗോസാക്രൈഡ്സ് ഒക്കെ ഇപ്പോൾ ഒരുവിധം പരുവത്തിൽ ഡൈസാക്രൈഡ് ആയി. അപ്പൊ ഇനി ഇൻഡസ്റ്റൈനിലേക്കാണ് പോവുക. അപ്പൊ ഫുഡ് സ്റ്റൊമക്കിൽ നിന്ന് ഡിയോഡനം വഴി ഇൻഡസ്റ്റൈനിലെത്തി. ഇൻഡസ്റ്റൈനൽ ജ്യൂസ് ഈസ് കോൾഡ് ആസ് സക്കസ് എന്ററിക്കസ് ആണ്. സക്കസ് എന്ററിക്കസ് മസ്റ്റ് കണ്ടെയ്ൻ വാട്ട്? എന്തുണ്ടാവണം? അതിനകത്ത് ഇൻഡസ്റ്റൈനൽ അമൈലേസസ് കാണണം. ഇൻഡസ്റ്റൈനൽ അമൈലേസ്
അമൈലേസസ് ഉള്ളത് ഇവിടെയാണ്. ഇതെന്താണ് ഈ സംഭവം? ഇതാണ് എന്ററോസൈറ്റ്സ്. എന്ററോസൈറ്റ്സ് മീൻസ് വില്ലയുടെ അറ്റത്തുള്ള മൈക്രോവില്ലായി. ദിസ് ഈസ് മൈക്രോവില്ലായി ഉള്ള ഇൻഡസ്റ്റൈനൽ അബ്സോർപ്ഷൻ നടത്തുന്ന, ഡൈജഷൻ നടത്തുന്ന, എല്ലാം ചെയ്യുന്ന എന്ററോസൈറ്റ്സ് ആണ് ഈ കാണുന്നത്, ഈ വരച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ മാൾട്ടേസസ് ഉണ്ട്, സുക്രേസസ്, ലാക്ടേസസ്, ഡെക്സ്ട്രിനേസസ്, റിഹലൈസസ്, ഇങ്ങനെയൊക്കെയുള്ള ആൽഫ ഗ്ലൂക്കോസിഡേസസ് പോലെയുള്ള വിവിധ തരം എൻസൈംസ് ആണ് ഈ എൻട്രോസൈറ്റ്സിന്റെ വില്ലായി, മൈക്രോവില്ലായി. ഇവിടെയാണ് ഈ സാധനമൊക്കെ ഇരിക്കുന്നത്. സോ എൻസൈംസ് പ്രസന്റ് ഓൺ ദ ബ്രഷ് ബോർഡർ ഓഫ് ദിസ് എൻട്രോസൈറ്റ്സ്. എൻട്രോസൈറ്റ്സിന്റെ ബ്രഷ് ബോർഡറിൽ ഇവിടെ ഡൈസാക്രൈഡ്സിനെല്ലാം ഇനി മോണോസാക്രൈഡ്സ് ആക്കി മാറ്റുന്ന എൻസൈംസ് ഉണ്ട്. ഉദാഹരണം 1 ഈസ് ഇത് ലാക്ടേസ് എന്ന് പറയുന്ന എൻസൈം ആണെന്ന് വിചാരിക്കുക. ലാക്ടേസ് ആണെങ്കിൽ എന്ത് ചെയ്യും? ലാക്ടോസ്, ഇവിടെ വരുന്ന ഡൈസാക്രൈഡ് ലാക്ടോസിനെ ആരാക്കി മാറ്റും? പുള്ളി ഗ്ലൂക്കോസ് പ്ലസ് ഗാലക്ടോസ് ആക്കി മാറ്റും. ദെൻ ഇഫ് ഇറ്റ് ഈസ് സുക്രേസ് ആണെങ്കിലോ, സുക്രേസ് ആണെങ്കിൽ അത് സുക്രോസ് ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസ്. സുക്രോസ് എന്ന് വെച്ചാൽ ടേബിൾ ഷുഗർ ആണ്. ദെൻ മാൾട്ടേസ് ആണെങ്കിലോ, ദിസ് ഈസ് മാൾട്ടേസ്. ഇഫ് ദിസ് ഈസ് മാൾട്ടേസ്, മാൾട്ടോസിനെ 2 ഗ്ലൂക്കോസ് ആക്കി മാറ്റും. ദെൻ ഇനി സുക്രേസും ഐസോമാൾട്ടേസിന്റെയും ഡൈമർ ഉണ്ട്. അപ്പൊ നമുക്ക് 2 ആക്കി വരയ്ക്കാം. ഈ ഡൈമറിന് ഇതിനെ 2നെയും, സുക്രേസിനെ മാൾട്ടേസിനെയും 2നെയും കൺവേർട്ട് ചെയ്യാനായിട്ട് ഒരേപോലെ പറ്റും. ഇനി പലതും ഉണ്ട്. ഡെക്ട്രിനേസസ് ഉണ്ട്, ട്രിഹലൈസസ്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാം എന്ത് ചെയ്യും? ദീസ് ഓൾ കൺവേർട്ടഡ് ഇൻറ്റു ഡൈസാക്രൈഡ്സ് ടു മോണോസാക്രൈഡ്സ്. സോ നമുക്ക് വേണ്ടത് എന്തായിരുന്നു? മോണോസാക്രൈഡ്സ് ആണ് വേണ്ടത്. സോ വി ഗോട്ട് ദ മോണോമർ മോണോസാക്രൈഡ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡൈജഷൻ ഈസ് ഓവർ. ഡൈജഷൻ കഴിഞ്ഞു. ഇനി വേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കടക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കടക്കുക. ദാറ്റ് ഈസ് കോൾഡ് ആസ് അബ്സോർപ്ഷൻ ആണ്. സോ നമുക്ക് ഇനി അബ്സോർപ്ഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ഓർ മോണോസാക്രൈഡ്സ് പറയാം. അപ്പൊ ഇതാണ് എൻട്രോസൈറ്റ്സ്. ഇവിടെ തന്നെയാണ് അബ്സോർപ്ഷൻ നടക്കേണ്ടത്. ഇത് അതിന്റെ ബേസോ ലാറ്ററൽ സൈഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടുത്ത ലാമിന പ്രോപ്രിയ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ, ബ്ലഡ് വെസൽസ് ഒക്കെ ഇവിടെയാണ്. സോ ദിസ് ഈസ് ദ ബ്ലഡ് വെസൽ. ഇതിനകത്തേക്കാണ് അബ്സോർബ് ചെയ്ത സാധനങ്ങൾ പോവേണ്ടത്. ആൻഡ് ദിസ് ഈസ് ദ ലൂമിനൽ സൈഡ്. ഇവിടെയാണ് ആരുള്ളത്? ഇപ്പോൾ നമ്മുടെ മോണോമേഴ്സ് ഉള്ളത്. ഗ്ലൂക്കോസ് ഉണ്ട്, ഫ്രക്ടോസ് ഉണ്ട്, ഗാലക്ടോസ് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഇരിക്കാം. പിന്നെ ഇതിവിടെ കടക്കോ ഇല്ലയോ എന്നുള്ളതാണ്. സോ ദർ ഇസ് എ പമ്പ് ഹിയർ ഇൻ ദ ബേസോ ലാറ്ററൽ പമ്പ്. ഈ പമ്പിനെ നമ്മൾ വിളിക്കുക സോഡിയം പൊട്ടാസ്യം ATPase ആണ്. ഈ പമ്പിന്റെ പരിപാടി സോഡിയത്തെ 3 സോഡിയം പുറത്തേക്ക് കളയും, പകരം 2 പൊട്ടാസ്യം അകത്തേക്ക് ഇടും. സോ ബൈ എനർജി ഉപയോഗിച്ചിട്ട് ATPase ആണ് എനർജി ഉപയോഗിച്ചിട്ട് പമ്പ്. അപ്പൊ ഇതിനകത്ത് എന്ത് പറ്റും? ഇതിനകത്ത് സോഡിയത്തിന്റെ എമൗണ്ട് കുറയും. സോഡിയം ഇപ്പോൾ ഇവിടെ നിന്ന് എടുക്കും, സോഡിയം ഇവിടെ നിന്ന് എടുക്കണം. സോ സോഡിയം അബ്സോർബ് ചെയ്യാൻ ദർ ഈസ് എ ട്രാൻസ്പോർട്ടർ, കോ ട്രാൻസ്പോർട്ടർ ഓർ ഇറ്റ് ഈസ് എ സിൻപോർട്ടർ. സോ സിൻപോർട്ടർ ആണ്, സിൻപോർട്ടർ ഓർ കോ ട്രാൻസ്പോർട്ടർ ആണ്. എന്താണ് അതിന്റെ പേര്? SGLT1 ആണ് ഇവിടെ ഉള്ളത്. സോ ഇത് സോഡിയം അകത്തേക്ക് എടുക്കും. സോഡിയം അകത്തേക്ക് എടുക്കുമ്പോൾ സോഡിയത്തിന്റെ കൂടെ വേറെ ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് കിടക്കാം. സോ നമ്മളിവിടെ കാർബോഹൈഡ്രേറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ കാർബോഹൈഡ്രേറ്റ്സ് ലൈക്ക് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ബാക്കി ഉള്ള സംഭവങ്ങൾക്ക് ഗാലക്ടോസ്, ഇങ്ങനെയുള്ള എല്ലാവർക്കും ഇതിനകത്തേക്ക് കടക്കാം ഈസി. സോ സോഡിയം ഇതിനകത്തേക്ക് കടക്കുമ്പോൾ അതിനൊപ്പം നമുക്ക് ഗ്ലൂക്കോസിനെയും കടക്കാം. സോ അങ്ങനെയാണ് നമ്മൾ ഗ്ലൂക്കോസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക. ഇനി ഇവിടെ വേറെ ട്രാൻസ്പോർട്ടർ ഉണ്ട്. ആ ട്രാൻസ്പോർട്ടറിന്റെ പേര് GLUT, GLUT5 ആണ്. GLUT5ന് ഫ്രക്ടോസിനെ മാത്രം കടത്തിവിടാം. സോ ഫ്രക്ടോസിന് GLUT5 ഉണ്ടെങ്കിൽ കടന്നു പോകാനായിട്ട് പറ്റും. ഇപ്പൊ ബാക്കിയെല്ലാം ഇവിടെയാണ്. ഇനി എന്ത് ചെയ്യണം? ഇത് ഇങ്ങോട്ടേക്ക് കടക്കാം അല്ലെ? ഇങ്ങോട്ടേക്ക് കടന്നാലാണ് ബ്ലഡിലേക്ക് എത്തുള്ളൂ. സോ ഇവിടെ ട്രാൻസ്പോർട്ടർ ഉണ്ട്, അത് ഫേമസ് ആണ്, GLUT2 ആണ്. അതിന് കാർബോഹൈഡ്രേറ്റ്സ് ഗ്ലൂക്കോസിന് ഇങ്ങോട്ടും ഒക്കെ കടത്താവുന്ന പറ്റിയാണ്. സോ ഗ്ലൂക്കോസ് ഇവിടെ വരുന്നു, ഫ്രക്ടോസ് ഇവിടെ വരുന്നു, പിന്നെ വരുന്നു ഗാലക്ടോസ്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ GLUT2 ക്യാൻ ഇങ്ങോട്ടേക്ക് ബ്ലഡിനകത്തേക്ക് വിടാം. ഓക്കെ. സോ നൗ അൾട്ടിമേറ്റ്ലി ഗ്ലൂക്കോസ് ഇവിടെ എത്തി, ഫ്രക്ടോസ് ഇവിടെ എത്തി, ഗാലക്ടോസ്, മോണോസാക്രൈഡ്സ് എല്ലാം ഇവിടെ എത്തി. ഇനി ഇത് എങ്ങോട്ടേക്ക് പോകും എന്നുള്ളതാണ് അടുത്ത്. സോ നമ്മൾ പറഞ്ഞത് എൻഡറോസൈറ്റ്സിലൂടെ ഇങ്ങോട്ടേക്ക് കടക്കുന്നു, അവിടുന്ന് ഇങ്ങോട്ടേക്ക് ബ്ലഡിലേക്ക് കിടക്കുന്നു. ഈ ബ്ലഡിലേക്ക് കിടക്കുന്നതിനാണ് നമ്മൾ അബ്സോർപ്ഷൻ എന്ന് പറയുക. absorption of monosaccharides or carbohydrates are now absorbed into the blood. So ഇതാണ് intestine. ഇവിടെയാണ് അബ്സോർപ്ഷൻ നടക്കുക. ഇതിനകത്ത് intestine ഉണ്ട്. So intestineൽ നിന്ന് ബ്ലഡ് എങ്ങോട്ടേക്കാണ് പോകുന്നത് വെച്ചാൽ superior and this inferior. intestine ആണ്. അപ്പോൾ നമുക്ക് mesenteric. So superior and inferior mesenteric veins ആണ് അല്ലേ? ആ വെയിൻസിലേക്കാണ് അത് പോവുക. So it goes to the vein and veins എങ്ങോട്ടേക്കാണ് പോവുക? ഇതെല്ലാം കൂടി ചേർന്നിട്ട് ആരാണ് ആവുക? അതിനാണ് പോർട്ടൽ വെയിനിലേക്കാണ് പോവുക. പോർട്ടൽ വെയിൻ എങ്ങോട്ടേക്കാണ്? പോർട്ടൽ വെയിൻ ഈസ് ഗോയിങ് ടു ദ ലിവർ. സോ നമ്മൾ കഴിച്ച ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് അങ്ങനെയൊക്കെയുള്ള പോളിസാക്രൈഡ്സ് എല്ലാം മോണോസാക്രൈഡായി അവസാനം ലിവർ
ലിവറിലേക്ക് എത്തി. സോ ലിവറിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലിവറിന് ഇറ്റ് ക്യാൻ മെറ്റബോളൈസ് ഓർ ക്യാൻ കൺവേർട്ട് ഇൻടു സം അതർ തിങ്സ്. എനർജി ഉണ്ടാക്കാതൊക്കെ കഴിഞ്ഞിട്ട് അല്ലാതെ തന്നെ ലിവറിന്റെ ഹെപ്പാറ്റിക് വെയിനിലൂടെ പുറത്ത് പോയി അത് ഇൻഫീരിയർ വീനക്കാവയിലേക്ക് എത്തും. ഇൻഫീരിയർ വീനക്കാവയിൽ നിന്ന് നേരെ ഹൃദയത്തിലേക്ക് എത്തുന്നു. ഹൃദയത്തിൽ നിന്ന് ശരീരം മൊത്തമല്ല. സോ ദിസ് ഹൗ ഇറ്റ് ഈസ് ഗെറ്റ് അബ്സോർബ്ഡ്. ശരീരത്തിലെ എല്ലാ ടിഷ്യൂസിലും എത്തും. സോ ഫസ്റ്റ് ഫ്രോം ദ ഇൻറ്റസ്റ്റൈൻ ഇറ്റ് ഗോസ് ഇൻ ടു ദ ലിവർ. ചിലര് അങ്ങനെയല്ല, ഇപ്പൊ ഫാറ്റ് അങ്ങനെയല്ല. അതാണ് നമ്മൾ ഇത് പ്രത്യേകം എടുത്ത് പറയാം. സോ ബ്ലഡിലേക്ക് എത്തിയെന്ന് വെച്ചാൽ ലിവറിലേക്ക് എത്തും, സ്വാഭാവികമാണ്. പക്ഷേ ഇത് നേരിട്ട് ലിവറിലേക്ക് തന്നെയാണ്. സോ ദിസ് ഓൾ അബൌട്ട് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രോട്ടീൻസ് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.